ഞാനൊരു പക്ക വില്ലനായിട്ടാണ് വില്ലനായിട്ടാണ് നമ്മുടെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ തന്ന വില്ലനാണ് ബാദുഷാ ഖാൻ. ആ ട്രോൾസ് ഒക്കെ ഇപ്പോഴും കാണാറുണ്ടോ? കാണാറുണ്ട്. പിന്നെ അത് എനിക്ക് തോന്നുന്നത് അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ ഒരു സംഭവം വന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒമർ ലുലുവിൻ്റെ പടത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ അഭിനയ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവിതമാർഗ്ഗമാണ്. മറ്റേന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ. എന്നൊക്കെ ഈ നാടകത്തിലൊക്കെ അഭിനയിച്ചാൽ സിനിമയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അന്ന് നമ്മളൊരു ഡയറക്ടറെയോ ആരെങ്കിലും കാണാൻ പോകണമെങ്കിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പോകണമായിരുന്നു. നെൽച്ചെടിയിൽ നിന്നാണ് അരി ഉണ്ടാകുന്നതെന്ന് അറിയാത്ത തലമുറയിലാണ് നമ്മൾ പോകുന്നത്. ഭരിക്കുന്നവരോടല്ലേ പറയാൻ പറ്റും. അത് എസ്ഓർവൈ ആരായാലും നമ്മൾ പ്രതികരിക്കും. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണപ്രസാദ് ചേട്ടനാണ്. വെൽക്കം. ചേട്ടാ, ഞാനപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ചേട്ടൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടു. നമ്മുടെ ലാലേട്ടൻ്റെ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്നാണ് ആ ഒരു ടൂൺ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ ഒരുപാട് സോങ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, എന്നാലും ആ ഒരു വിൻറ്റേജ് ടൈപ്പ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അതെ, അങ്ങനെ ഉള്ള ഒരു പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രാമ ഭംഗികളും ഗ്രാമാന്തരീക്ഷവും പഴയ പാട്ടുകളും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്ന് പറഞ്ഞ് പുതിയ കാര്യങ്ങളെ ഒന്നും ഇഷ്ടപ്പെടാത്തവനും അല്ല. പഴമയിൽ എന്താ കൂടുതൽ ഏറ്റവും പഴമയിലോട്ട് ഉള്ളൊരു ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടർ എന്താ? ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒത്തിരി സിൻസിയറിറ്റി ഉണ്ടായിരുന്നു. സിൻസിയർ ആയിരുന്നു പല കാര്യങ്ങളിലും. ആ സിൻസിയറിറ്റി ഇന്നിപ്പോൾ പല കാര്യങ്ങളിലും ഉണ്ടാവുന്നില്ല. അതേ ഉള്ളൂ. ഇപ്പോഴത്തെ സിനിമകളിൽ ലൈക്ക് ചേട്ടനിപ്പോൾ പഴയ പാട്ടുകളാണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ പാട്ടുകൾ അങ്ങനെ ഒരുപാട് ഇഷ്ടം തോന്നിയ പാട്ടുകളൊക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു മനസ്സിൽ നിൽക്കുന്നില്ല. കാരണം ഷോർട്ട് ടൈമാണ്. അത് കഴിഞ്ഞാൽ ഓക്കെ ഹിറ്റായിരിക്കാം, ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ കൂടി വന്നാൽ 3 months, അത് കഴിഞ്ഞാൽ പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ പഴയ പാട്ടുകൾ ചിലപ്പോൾ നമുക്കായിരിക്കും അത് തോന്നുന്നു, പുതിയ ജനറേഷൻ അത് തോന്നണമെന്നില്ല. അത് വേറെ കാര്യം. പക്ഷേ പുതിയ ജനറേഷൻ ആണെങ്കിലും കൂടുതൽ ആളുകൾക്കും എപ്പോഴും ഇഷ്ടം പഴയ പാട്ടുകൾ. തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ, ടെക്നോളജീസ് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാലഘട്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പഴമയുടെ ഒരു എൻഡിലും പുതിയ തലമുറയുടെ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസിൻ്റെ വരവിലും നമ്മൾ ഒരുപോലെ നമുക്കിത് തിരിച്ചറിയാൻ സാധിച്ച ആ ഒരു ജീവിതം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ആ സമയത്ത് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതെ ചേട്ടാ, കർഷകൻ ഇപ്പോൾ പലർക്കും മടിയാണ് സത്യം പറഞ്ഞാൽ കൃഷിയിലോട്ട് ഇറങ്ങാൻ. അതായത് ഫസ്റ്റ് ഫാക്ടർ മടി, പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കൂടുതൽ ആളുകൾ നോക്കുന്നത്. സിനിമ പോലെ അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു മേഖലയിൽ എത്തിയിട്ട് അതിൽ നിന്ന് ഒരു കർഷകനിലോട്ടൊക്കെ അല്ലെങ്കിൽ കൃഷിയോട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂവീസിലൊക്കെ കാണാൻ പറ്റും. റിയൽ ലൈഫിൽ അതെങ്ങനെയാണ് ചേട്ടൻ അതിലോട്ട് എത്തിയത്? അത് ശരിക്കും എൻ്റെ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് നെൽകൃഷിയാണ് ഇച്ചിരി ഓവർ സ്ട്രെയിൻ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള നെൽകൃഷി ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കൃഷിയുണ്ട്. അച്ഛനത് ചെയ്യിക്കുമായിരുന്നു. അച്ഛനൊരു അധ്യാപകനായിരുന്നു. പക്ഷെ എന്നാലും അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ കൃഷി വളരെ പാഷനായിട്ട് വളരെ ഇതിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു മരണം സംഭവിച്ചു. അത് കഴിഞ്ഞ് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന തൊഴിലാളികൾ അവരിങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്നു. അപ്പോഴും ഞാൻ എൻ്റെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ, കാശ് അത്യാവശ്യം മുടക്കാം, പക്ഷേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുകയില്ല എന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോരോ സ്റ്റെപ്പിലും എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു. അതിൻ്റെ ഓരോ പച്ചപ്പ് ഇങ്ങനെ വളരെ വളർന്ന് വരുന്നു. അതിൻ്റെ നെൽച്ചെടിയാവുന്നു, കതിരാവുന്നു, അത് കൊയ്ത്താവുന്നു, അങ്ങനെ കൊയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതൊക്കെ ആയപ്പോൾ അറ്റാച്ച്മെൻറ്റ് കൂടി. ആ അറ്റാച്ച്മെൻറ്റ് ആ ഒരു സീസണിൽ വന്നപ്പോൾ കൂടിയത് കൊണ്ടാണ് ഈ സംഭവം നമുക്ക് ഗുണകരമായത്. കാരണം കൃഷിയിലേക്ക് തന്നെ കൂടുതൽ ആകർഷണമാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃഷിയിൽ എന്താ പറയുക, അപ് ടു ഡേറ്റ് ആണ്. എല്ലാം ഫുൾ. എനിക്ക് സിനിമ ആണോ കൃഷിയാണോ വലുത് എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ അഭിനയ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക ഒരു ജീവിതമാർഗ്ഗമാണ്. മറ്റേന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു അതാണല്ലേ പാഷൻ. ഞാൻ കരുതിയത് സിനിമയായിരിക്കും പാഷൻ എന്നാ. അല്ല, സിനിമ അങ്ങനെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ഇതായിരുന്നു ഞാൻ വളരെ ചെറുപ്പം തൊട്ട് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ, സ്കൂൾ യുവജനോത്സവത്തിൽ ബെസ്റ്റ് ആക്ടർ, അങ്ങനെ വന്ന് എന്നൊക്കെ ഈ നാടകത്തിലൊക്കെ അഭിനയിച്ചാലേ സിനിമയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അന്ന് നമ്മളൊരു ഡയറക്ടറെയോ ആരെങ്കിലും കാണാൻ പോകണമെങ്കിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പോകണമായിരുന്നു.
അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇന്നിപ്പോൾ. പക്ഷേ അതല്ലോ, ഇത് റീലിടുന്നവർക്കും ആർക്കും അഭിനയിക്കാം, ആർക്ക് വേണമെങ്കിലും ടെക്നീഷ്യൻ ആവാം. നമ്മൾ പറഞ്ഞ ടെക്നോളജി അതാ പറഞ്ഞത്. അപ്പം അതാ പറഞ്ഞത്, ആ പഴമയിലെ ആ ഒരു അനുഭവം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പുതിയതിലെ കാര്യങ്ങളിലും അനുഭവപ്പെട്ടു. അപ്പോഴാണ് ഈ പടത്തിൻ്റെ പ്രസക്തി മായമ്മ എന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തി വരുന്നതും ആ ഒരു സമയത്താണ്. കാരണം ഇന്നിപ്പോൾ ഇങ്ങനൊരു പടം ആരെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചാൽ ശരിയാ, ചില റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഇത്രയും പഴമയുള്ള പഴയ പുള്ളുവനും ഇല്ലത്തിൻ്റെയും ഒക്കെ ഒരു കഥ പറയുന്ന ഒരു സംഭവം ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പം അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നെൽച്ചെടിയിൽ നിന്നാണ് അരി ഉണ്ടാകുന്നതെന്ന് അറിയാത്ത തലമുറയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ തലമുറയിൽ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. പഴമയിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രസക്തമാണെന്ന് ഈ സിനിമ ചിലപ്പം ആർക്കെങ്കിലുമൊക്കെ കാണുന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ, ഈ നെല്ലിൽ നിന്നാണ് അരി വരുന്നതെന്ന് അറിയാത്ത ആളുകളുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കുട്ടികളിലോട്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ പോലും എന്താണ് ലൈക്ക് കൃഷിയെ കുറിച്ച് കുറച്ച് ബേസിക്സ് ഒക്കെ പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. ഇതൊക്കെ എന്താണെന്നറിയോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്കൂൾ എഡ്യൂക്കേഷനിലകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. അത് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു തിയറി അല്ല, പ്രാക്ടിക്കലാണ്. ഇപ്പം ചില സ്കൂളുകളിലൊക്കെ ഇത് ഈ അടുക്കളത്തോട്ടം ഒക്കെ പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല, അതിനെ കുറച്ചുകൂടെ കുട്ടികൾ വളരെ എന്താ പറയുക, ഇതിനെപ്പറ്റി പഠിക്കണം. എന്നിട്ട് അവർ മനസ്സിലാക്കട്ടെ ഏതാ വേണ്ടതെന്നുള്ള അവർ നമ്മൾ മറ്റുള്ള വലിയ കൺട്രികളിലൊക്കെ അവർ ആ രീതിയിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു അക്കാര്യങ്ങളിൽ കേരളത്തിലാണ് നമ്മൾ കുറച്ചുകൂടെ പിന്നോട്ട് പോകുന്നത്. ഈ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിലൊക്കെ അവരിപ്പോഴും പാരമ്പര്യമായ കൃഷി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. പക്ഷെ നമ്മളിവിടെ മാത്രമാണ് മുമ്പേ പറഞ്ഞ പോലെ വൈറ്റ് കോളർ ജോബ് മാത്രമാണ് നമുക്ക് പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുള്ളത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ, ഇങ്ങനെയെല്ലാം പറഞ്ഞു, കർഷകർ ഇപ്പോഴും പട്ടിണി കിടക്കുന്ന കർഷകർ ശരിക്കും ഉണ്ടോ? തീർച്ചയായും. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇത് കൊണ്ടുപോയി അരി കുത്തി, നെല്ല് കൊണ്ടുപോയി കുത്തി അത് ആഹാരമായിട്ട് കഴിക്കുന്ന ഒരു കാലമാണ്. ഇന്ന് പക്ഷേ അരിയെടുത്ത് നമ്മൾ വെളിയിൽ റോഡിലിട്ടാൽ അതെടുത്തുകൊണ്ട് പോകാത്ത ഒരു കാലമാണ്. കാരണം ആർക്കും മെനക്കെടാൻ വയ്യ, ബുദ്ധിമുട്ടാൻ വയ്യ. നെല്ല് കൊണ്ടുപോയിട്ട് അത് കുത്തി പുഴുങ്ങി അത് അരിയാക്കാനുള്ള പ്രോസസ്സ് ഉണ്ട്, അതിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്ന് അതല്ല, ഇത് ചെയ്തിട്ട് അന്ന് വൈകിട്ട് അതിൻ്റെ കഞ്ഞി കുടിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതല്ല, എല്ലാവർക്കും എന്താ പറയുക, ക്യാഷ് കൊണ്ട് എന്തും ചെയ്യാം. സാമ്പത്തികം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാം എന്നുള്ളൊരിതാണ്. പക്ഷെ എന്ത് നേടാം എന്ന് പറഞ്ഞാലും അത് മേടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇപ്പോൾ ഈ അടുത്ത കാലം വരെ എനിക്ക് തോന്നുന്നു അരിയുടെ വില ഏതാണ്ട് ഒരു 25-ലൊക്കെ നിന്നാണ്. ഇപ്പോൾ അത് 60-ന് മേളിലോട്ടായി. ഇത് നമ്മൾ അറിയുന്നില്ലായിരിക്കും. ചിലപ്പം IT-യിലും മറ്റുള്ള ഫീൽഡിലുമൊക്കെ ഉള്ളവർ ചിലപ്പോൾ ഇതിൻ്റെ വിലയൊന്നും ഇങ്ങനെ ഇൻക്രീസ് ആകുന്നതൊന്നും അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു വലിയ മാറ്റമുണ്ട്. കാരണം ഷോർട്ടേജ് ആകും തോറും അതിൻ്റെ മൂല്യവും അതിൻ്റെ വിലയും കൂടും, അത് കിട്ടാതെ വരും. അന്നത്തിന് വേണ്ടിയല്ലേ നമ്മളൊക്കെ പണിയെടുക്കുന്നത്. അതെ. അപ്പോൾ എന്തായാലും മായമ്മയിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു കഥേനെക്കുറിച്ച് നമുക്കൊരു ബ്രീഫായിട്ട് എന്തെങ്കിലും ഒന്ന് പറയൂ ചേട്ടാ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതാ പറഞ്ഞത്, ഒരു പഴമയും പുതുമയും തമ്മിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു. ആ കാലഘട്ടം നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ സംഭവം. കാരണം പഴയ നമ്മുടെ ഇല്ലങ്ങളിലും അല്ലെങ്കിൽ പുള്ളുവൻ അല്ലെങ്കിൽ ഗ്രാമാന്തരീക്ഷത്തിലുണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒരു 20 years ബാക്ക് അല്ലെങ്കിൽ ഒരു 25 years ബാക്ക് എന്നുള്ള ആ കാലഘട്ടത്തിൽ നടന്ന ഒരു വലിയ സന്ദർഭങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതിനകത്ത് ഈ പെൺകുട്ടിയുടെ ഒരു വലിയ ഒരു അതിജീവനത്തിന്റെ പോരാട്ടത്തിന്റെ ഒരു കഥയും കഥയാണ്. അപ്പോൾ 20 വർഷം മുമ്പത്തെ കഥയാണ്. ഒരു കാലഘട്ടം അത്രയുമായിട്ടുണ്ട്. 2000-2004 അതെ, ഒരു 90-ന് ശേഷമുള്ള ആ ഒരു കാലഘട്ടമായിട്ട്. ചേട്ടാ, ഈ പഴയ കാലഘട്ടം സിനിമയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പഴയത് ചെയ്യുമ്പോൾ ഓക്കെ നമുക്കറിയാം ഇതുപോലെ ഒരു ഇലക്ട്രിക് ലൈൻ പോലും കാണരുതെന്നുള്ള അറിയാം. എന്നാൽ ഇപ്പോഴത്തെ ചെയ്യുമ്പോഴും നമുക്ക് ഇപ്പോഴത്തെ നോർമലായിട്ട് ചെയ്യാം. പക്ഷേ ഇതിനിടയിൽ നിൽക്കുന്ന ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈവൻ ഫോണാണെങ്കിൽ പോലും ലൈക്ക് ഫോൺ അന്നുകൊണ്ട്, എന്നാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ റോഡ് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം മൺപാതകളാണ് പഴയ കാലത്ത്. അപ്പോൾ ഇപ്പം ടാർ ചെയ്ത ഒരു റോഡ് പാടില്ല. അങ്ങനെ
ചരിത്രപരമായ സംഭവമാണെങ്കിൽ അത്രയും നോക്കണം. നോക്കണം. ഇത് പക്ഷേ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ ഫിലിമാണ്, സോഷ്യൽ സ്റ്റോറിയാണ്. അതിനകത്തുള്ളൊരു ഫൈറ്റാണ്, ഒരു പെൺകുട്ടിയുടെ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ആ കുട്ടി നേരിടേണ്ടി വന്ന സന്ദർഭങ്ങളിൽ കൂടെ പോവുകയാണ്. അതിൽ എനിക്ക് തോന്നുന്നത് ഞാനൊരു പക്ക വില്ലനായിട്ടാണ് വില്ലനായിട്ടാണ് ആ പടത്തിലെ വില്ലൻ ശേഖരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ വില്ലന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ തന്ന വില്ലനാണ് ബാദുഷാ ഖാൻ, ചാവേർ പടയിലെ. ആ ട്രോൾസ് ഒക്കെ ഇപ്പോഴും കാണാറുണ്ട്. പിന്നെ അത് എനിക്ക് തോന്നുന്നത് അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ പടം വലിയ ഒരു ഹിറ്റൊന്നും അല്ലായിരുന്നു. പക്ഷേ ആ പടത്തിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ചോദിച്ചു, കൃഷ്ണപ്രസാദ് വല്ലതും വിചാരിച്ചിട്ടാണോ ഇതിങ്ങനെ ട്രോളിലാക്കി? ഞാൻ പറഞ്ഞു ഇതൊന്നുമില്ല, നമ്മളെക്കാൾ കൂടുതൽ ഇതിനെയൊക്കെ സ്റ്റഡി ചെയ്യുന്നവരാണ് പുതിയ തലമുറയിലെ ആൾക്കാർ. അപ്പോൾ അവരത് സ്റ്റഡി ചെയ്ത് അതിൽ അവർ കണ്ടെത്തിയ ഒരു സംഭവമാണ്. ഇപ്പം ഞാൻ ആ ഒരു സംഭവം വന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒമർ ലുലുവിൻ്റെ പടത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പഴയ നമ്മുടെ ശങ്കരേട്ടനും അതുപോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ചേഞ്ച് വരുമ്പോഴും നമ്മുടെ ഒരു സ്പേസ് അവിടെ ഉണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ തന്നെ ആയിരുന്നു അത് കംപ്ലീറ്റ് അത് ഗൈഡ് ചെയ്തത്. ആ ഒരു ലുക്കും ആ കണ്ണാടി വെച്ചിട്ടുള്ള ഒരു സംഭവം അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഉള്ള ഒരു ചർച്ചയിൽ ഒരു ചെറിയ പടമായിരുന്നു. ചേട്ടന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു ആ ഒരു ലുക്കിനകത്തിലൊക്കെ? അല്ല, അതൊക്കെ ഈ കൂളിംഗ് ഗ്ലാസ്, അതൊക്കെ ആ ഒരു സംഭവം. പിന്നെ ഞാൻ ഈ എൻ്റെ ആദ്യകാല സിനിമകളെന്നെല്ലാം പറഞ്ഞാൽ അപ്പു, ഉണ്ണി, അങ്ങനെയൊക്കെയുള്ള ഒരു ശാന്തനായ ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറാണ് ആദ്യം വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ചേഞ്ചാണ് മറ്റേ ബാദുഷാ ഖാനിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയപ്പോൾ ഒരു ചേഞ്ച് പറഞ്ഞല്ലോ, ലുക്കിലല്ലേ ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ അതിന് ചെയ്ത ഒരു ചെറിയ പൊടിക്കൈകളാണ് അതല്ല. ശരിക്കും റിയൽ ലൈഫിലും ഈ ഒരു അപ്പു, ഉണ്ണി അത്തരത്തിലുള്ള ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ ഉള്ളിലുണ്ടോ? അല്ല, അത്ര സാധുവൊന്നും അല്ല. ചെറിയൊരു ബാദുഷാ ഖാനുണ്ട്. അതെ, അങ്ങനെയല്ലേ. ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം ഏത് കാര്യത്തെ പറ്റിയും അഭിപ്രായം പറയുന്ന ഒരാളാണ്. അല്ലാതെ കേട്ട് കഴിഞ്ഞാൽ അത് മിണ്ടാതിരിക്കുന്ന ഒരാളല്ല. ഏത് കാര്യമാണെങ്കിലും നല്ലതായാലും ചീത്തയായാലും അതിനെ പ്രതികരിക്കുന്ന ഒരാളാണ്. ആ ഒരു പ്രതികരണം ദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ദോഷങ്ങൾ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുണം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ അത് കാലം തെളിയിക്കണം. ചേട്ടാ ഇപ്പോൾ പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരു പാർട്ടീൻ്റെ എതിരായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ എന്തെങ്കിലും ഒരു മാറ്റർ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ നോർമലി പറയും നമ്മൾ എതിർ പാർട്ടിയിലുള്ള ആളാണെന്ന് മുദ്ര കുത്തി. അങ്ങനെ നമ്മളെ ഇങ്ങനെ ക്രൂശിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒത്തിരി ഉണ്ട്. നമ്മൾ ഇപ്പം ഈ കൃഷിയുടെ കാര്യത്തിൽ പോലും ഞങ്ങൾ ഇടപെട്ട് അന്ന് ഒരു 40,000 കർഷകർക്ക് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും ഞങ്ങൾക്ക് പൈസ ഒരു മാസത്തിനുള്ളിൽ കിട്ടും. അപ്പോൾ ആ പൈസ കിട്ടുന്നത് ഒരു 6-7 മാസമായിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ജയസൂര്യനിലൂടെ അത് പ്രതികരിക്കുകയും അത് കൂടുതൽ വിവാദമാവുകയും. പക്ഷെ അതുകൊണ്ട് എന്താ ഗുണമുണ്ടായെന്ന് വെച്ചാൽ ഈ 10-40,000 പേർക്ക് കിട്ടാത്തവർക്ക് വലിയ താമസമില്ലാതെ പൈസ കിട്ടാൻ സാധിച്ചു. പക്ഷെ അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് തരുന്നത് നമ്മൾ നെല്ല് കൊടുത്തിട്ട് നമുക്ക് തരുന്നത് ഞാൻ പറഞ്ഞപ്പോഴാണ് കർഷകർ പോലും അറിയുന്നത് നമുക്ക് ലോണാണ് ബാങ്കിൽ നിന്ന് തരുന്നത്. ഇതൊക്കെ അറിയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ പ്രതികരിക്കാതെ ഒരു റിയാലിറ്റി പറഞ്ഞില്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരെയും ഈ നെൽകൃഷി ചെയ്യുന്നതിൽ ഒരു 90% വളരെ പഴയ ആൾക്കാരാണ്. അതിൽ നല്ല ശതമാനം മധ്യ വിദ്യാഭ്യാസമോ അങ്ങനെയൊന്നുമില്ല. അവരവിടെ പോയി ബാങ്കുകാരോ അല്ലെങ്കിൽ ആരാണെങ്കിലും കൊടുക്കുന്ന പേപ്പറുകൾ ഒപ്പിട്ട് കൊടുക്കും. ഇപ്പോൾ മനസ്സിലായി, ആ ഒപ്പിട്ട് കൊടുക്കുന്നത് ശാശുന്ന് ഒപ്പിടുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷവും. അങ്ങനെയുള്ളവരെ വിഡ്ഢികളാക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് അതിൻ്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉടനെ എന്താ പറയുക, അത് ഭരണത്തിനെതിരെ ഇന്ന പൊളിറ്റിക്സിനെതിരെ ഒന്നുമല്ല. ആര് ഭരിക്കുന്നു അവരെല്ലാം നമുക്ക് ചെയ്തു തരണം. അല്ലാതെ അവർക്കെതിരെയെന്നോ അല്ലെങ്കിൽ ഇപ്പം പ്രതിപക്ഷമായിട്ട് നടക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഭരിക്കുന്നവരാണ് നമുക്ക് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ അവർ ചെയ്തു തരേണ്ട സഹായങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരുന്നു ഇത്രയും കാലം. അപ്പോൾ അത് പെട്ടെന്ന് നിർത്തലാക്കിയപ്പോൾ ഒരു വിഷമം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമായിരുന്നു. ഏത് പാർട്ടി ഭരണപക്ഷത്തിലാണെങ്കിലും ഇങ്ങനെ തീർച്ചയായിട്ടും അത് അതാ പറഞ്ഞ ഭരിക്കുന്നവരോടല്ലേ പറയാൻ പറ്റും, അല്ലാതെ ആരോടാ പറയാം. അത് എസ്ആർവൈ ആരായാലും നമ്മൾ പ്രതികരിക്കും. അതെ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ ഈ കർഷകർ ഇവർക്കാണെങ്കിൽ പോലും വിദ്യാഭ്യാസം കുറവാണ്, ഈവൻ ഒരു സിഗ്നേച്ചർ പോലും അറിയാത്തവരാ. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള
നമ്മളെ യൂത്ത് ആയിട്ടുള്ള ആളുകൾ കൃഷിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാറ്ററിനെ നമുക്ക് കുറച്ചൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റുമല്ലേ? ചെയ്യാൻ പറ്റും. പക്ഷേ കേരളത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പുതിയ തലമുറ ആരും വരുന്നില്ല. പുതിയ തലമുറയിൽ ആരും വരുന്നില്ല. വളരെ എന്താ പറയുക, ലക്ഷങ്ങൾ തന്നെ ഇല്ല കൃഷിയിൽ ഉള്ള ആൾക്കാർ പോലും. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അതിനകത്ത് വരുന്നില്ല. പക്ഷെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ലേബേഴ്സ് വേണ്ട ഒരു ഇതാണ് നെൽകൃഷി. അതിനകത്ത് ലേബേഴ്സിനെ കിട്ടാനില്ല. നമ്മുടെ ലോക്കൽ പിന്നെ തൊഴിലാളികൾ ഇന്നില്ല. അതിന് നമ്മൾ അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികളെയാണ് ഇത് ചെയ്യേണ്ടത്. ഇവിടെ കൊയ്യേണ്ട മിഷൻ കൊണ്ടുവരുന്നത് അന്യ സംസ്ഥാനത്തു നിന്നാണ്. ഇതെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റ് അന്യ സംസ്ഥാനങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്രയും കഷ്ടപ്പെട്ട് വെയിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 42 വരെ ഡിഗ്രി ചൂടായിരുന്നു. ഈ ചൂടത്ത് കർഷകൻ പോയി വെയിലത്ത് ചിലപ്പോൾ ഷർട്ട് പോലും ഇല്ലാതെ ആ വെയിലത്ത് നിന്ന് 1-2 പേർക്കൊക്കെ സൺബേൺ അടിച്ച് എന്തൊക്കെയോ ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ആ ദുരന്തത്തെ ഫേസ് ചെയ്ത് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു നെൽകർഷകനും കോടീശ്വരം പോയിട്ട് ലക്ഷപ്രഭു പോലും ആയിട്ടില്ല ഇത്രയും വർഷം. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനൊരു മേഖലയിൽ പോകേണ്ടതെന്ന് ചിന്തിക്കും പുതിയ തലമുറ. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മളെക്കാളും മുമ്പിലത്തെ ജനറേഷൻ, അതായത് ഈ കൃഷി ചെയ്യുന്ന ആളുകൾ, ഈ ഒരു ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ കൃഷി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ച് വളരെ വിഷമത്തോടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിൻ്റെ ഭാവി വളരെ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിറക്കിൾ ഉണ്ടാവണം. കാരണം ഒരിക്കലും ഇത് ശുഭകരമായ ഒരു മുന്നോട്ട് പോകുന്ന അവസ്ഥയിലല്ല ഇപ്പോഴത്തെ ഈ പോക്കാണെങ്കിൽ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഇതൊക്കെ ഒരു വളരെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിക്ക് അല്ല, അപ്പം മറ്റുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ വലിയ പിന്നെ എന്താ പറയുക, വലിയ കമ്പനികൾ അവർ പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ എന്തും മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അവസ്ഥയിലേക്ക് നിൽക്കുന്നത് നമ്മൾ മറ്റുള്ളവൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്ത് നമ്മൾ കഷ്ടപ്പെടുന്നതും അതിനപ്പുറമായ മൂല്യം അവിടെ കൊടുത്ത് അന്നത്തിന് വേണ്ടി യാചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകും.